ഗുഡ് ഈവനിങ് ഓൾ. അപ്പം അടുത്ത മൺഡേ ആണ് അല്ലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസിയർ എക്സാമിനേഷൻ. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ആ ഒരു റിവിഷൻ ചെയ്യുന്ന ടൈമാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേകൂട്ട് തന്നെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ എക്സാമിനേഷൻ ഹോളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേകൂട്ട് എക്സാമിനേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സാമിനേഷൻ ഡേറ്റ് നെക്സ്റ്റ് കമ്മിങ് മൺഡേ ആണ്. ഓക്കെ, ഡേറ്റ് ഈ പറഞ്ഞതുപോലെയാണ്. ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഉള്ള ഒരു 7:15 ആ ഒരു ടൈം അല്ല, ഇപ്പോ 7 AM ആണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ടിംഗ് ടൈം 7 AM. അപ്പൊ ഈ 7 AM റിപ്പോർട്ടിംഗ് ടൈം ആണെങ്കിൽ അതിനുശേഷം സ്ട്രിക്ട്ലി അത് ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്, അതിനുശേഷം പെർമിറ്റ് ചെയ്യില്ല എന്ന് തന്നെ ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് കാൻഡിഡേറ്റ്സ് റിപ്പോർട്ടിംഗ് ആഫ്റ്റർ 7 AM വിൽ നോട്ട് ബി അഡ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മോഡ് അറിയാമല്ലോ നിങ്ങൾക്ക്, OMR എക്സാമിനേഷൻ ആണ്. അതിനകത്ത് പാർട്ട് A ഉണ്ടാവും, പാർട്ട് B ഉണ്ടാകും. ഓക്കെ, ഒരിടത്ത് നമ്മൾ ഇപ്പം ആദ്യമായിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. OMR എക്സാമിനേഷനകത്ത് ആ ഷീറ്റിനകത്ത് പാർട്ട് A ഉണ്ടാവും, B പാർട്ടും ഉണ്ടാവും. നമ്മൾ ലാസ്റ്റിലാണ് അത് ടയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് എൻട്രി ചെയ്യേണ്ട, നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പരും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് തന്നെ എൻട്രി ചെയ്യണം അവിടെ. ഓക്കെ, ടയർ ചെയ്യുന്നത് ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 1 മാർക്ക് വീതം. സോ 100 മാർക്സിലാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 1/3 വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത് കുറെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് നമ്മൾ ക്യാരി ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യണം. ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല മീൻസ് ഫോട്ടോയും അതേകൂട്ട് തന്നെ PSCയുടെ ആ ഒരു ബാർകോഡ്, PSC എംബ്ലോം അതൊക്കെ വരുന്ന രീതിയിൽ വേണം പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ അതിനൊപ്പം തന്നെ ഫോട്ടോ, ID കാർഡ്, ഓക്കെ, ആധാർ ആയിക്കോട്ടെ, അത് പാൻ ഓർ വോട്ടർ ID ഓർ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകണം. ഒരെണ്ണം മതി. നോർമലി നമ്മൾ പോകുമ്പോഴത്തേക്കും 1 or 2 ID കാർഡ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കും. ദെൻ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊക്കെ അപ്പൊ എക്സാമിനേഷൻ എഴുതിയവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ സ്ട്രിക്ട്ലി നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, അറിയാമല്ലോ. ഇലക്ട്രോണിക് ഐറ്റംസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും നമ്മൾ കൊണ്ടുപോയിക്കൂടാ. മൊബൈൽ ഫോൺസ്, സ്മാർട്ട് വാച്ച്, റിസ്റ്റ് വാച്ചസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ, ബ്ലൂടൂത്തും ഇയർഫോൺസും, അത് ഡീറ്റെയിൽഡ് ഇത് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് ഹോൾ ടിക്കറ്റിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും തന്നെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ. അപ്പൊ അതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂംസ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ OMRലേക്ക് വരുമ്പോഴത്തേക്ക് OMR ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, ഓക്കെ, അതിൽ തരുന്ന ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെയും OMRലെയും ആൽഫ കോഡ് മാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. ഓക്കെ, അത് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് തരുന്ന OMRലെ ആ ആൽഫ കോഡും A ആണെങ്കിൽ അതേ കൂട്ട് തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെ ആൽഫ കോഡും മാച്ച്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് A ആണ് നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ അതേകൂട്ട് തന്നെ എക്സാമിനേഷൻ ഡീറ്റെയിൽസും ഒക്കെ എഴുതുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് തന്നെ എഴുതണം. പാർട്ട് Aയിലാണ് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ, ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ബബിൾ അറിയാമല്ലോ, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു ബബിൾ ആയിരിക്കണം. മോർ ദാൻ 1 ബബിൾ ഈ പറഞ്ഞ പോലെ മാർക്ക് ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകും. പിന്നെ ബാർകോഡിനകത്ത് ടാമ്പറിംഗ് ഒന്നും വരാൻ പാടില്ല. പിന്നെ നമ്മുടെ ഒരു സിലബസ് ഇപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. സിലബസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇൻ ഡീറ്റെയിൽ സിലബസിലേക്കൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഇതാണ് മെയിൻലി ഉള്ള ആ ഒരു 4 മോഡ്യൂളുകൾ. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസസ് സർക്യൂട്ട്സ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും അതേകൂട്ട് തന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനും. ഓക്കെ, 25 മാർക്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, 25 മാർക്സ് ആണ്. ഇതിനകത്ത്
ഇനി നമ്മളുടെ മുന്നിൽ ഒരു 6 days ആണ്. ഞാൻ ഒരു 6 days സ്റ്റഡി പ്ലാൻ ആയിട്ട് അങ്ങനെ പറയുമല്ല, പക്ഷെ സ്റ്റിൽ ഈ 6 days നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 6 days എന്ന് പറയുന്നത്. ബിക്കോസ് എത്ര നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചത് അത് അങ്ങനെ ഞാൻ പഠിച്ചത് എന്തായാലും റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ആ ഒരു ലാസ്റ്റ് 5-6 days നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുക എന്നുള്ളതല്ല, റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുകയും, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം കൂടുതലും ഒരു തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ആണ് നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇല്ല എന്നല്ല, കുറവാണ്, സിമ്പിൾ ആണ്. ഫോർമുലാസ് വരെ മെമ്മറൈസ് ചെയ്യാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽസ് ആണ് വരുന്നത്. അപ്പൊ തിയറി ഓറിയന്റഡ് ആണ്. അപ്പൊ റിവിഷൻ, ലാസ്റ്റ് മിനിറ്റ് റിവിഷനും ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് പല കാര്യങ്ങളും നമുക്ക് മറന്നു പോകുന്ന ഒരു തോന്നലുണ്ടാകാം. അപ്പൊ അത് റിവൈസ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു ഫുൾ കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇത്രയും ഇതെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഹൈ വെയിറ്റേജ് തന്നെയാണ്, 25 മാർക്സ് വീതമാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്, റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാരണം പലപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് മുതൽ തുടങ്ങും. ഓക്കെ, ഒരുപാട് ഇൻഡെപ്തിലേക്കല്ല, പക്ഷെ സ്റ്റിൽ സിമ്പിൾ കൺസെപ്റ്റുകളാണ്. ഓക്കെ, ഡയോഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഡയോഡ്. അതേകൂട്ട് തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ടിനകത്താണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഡയോഡ് നമ്മൾ അതേകൂട്ട് തന്നെ സെനർ റെഗുലേറ്റർ. ഓക്കെ, സെനർ റെഗുലേറ്റർ, പിന്നെ റെക്ടിഫയേഴ്സിന്റെ ആ ഒരു ടേബിൾ ഓഫ് കമ്പാരിസൺ. ഓക്കെ, അത് ഓർത്തോണം. ആ ഓരോ റെക്ടിഫയറിന്റെ ടേബിൾ ഓഫ് കമ്പാരിസൺ, അതിനകത്തെ എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടേഴ്സ്, അതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം. അത് റെക്ടിഫയേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ട്രാൻസിസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ഓക്കെ, അതും എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ ആംപ്ലിഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് എ, ക്ലാസ് ബി, ആ ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, മീൻസ് എവിടെയൊക്കെയോ നിങ്ങൾക്ക് ടേബിൾ ഓഫ് കമ്പാരിസൺസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം കമ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, BJTയുടെ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കമ്പാരിസൺ, ആൽഫ ബീറ്റ റിലേഷൻ. ഓക്കെ, പിന്നെ ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഓരോ ഓസിലേറ്ററിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, പിന്നെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. മീൻസ് നമ്പർ ഓഫ് ഇൻഡക്ടേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എത്ര ഇൻഡക്ടേഴ്സ് ആണ്, ചിലതിൽ എത്ര കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, അത് പിന്നെ വരുന്നത് ഓപ്പാമ്പ് ആണ്. ഓപ്പാമ്പിന്റെ ഐഡിയൽ അസംഷൻസ്. ഓക്കെ, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഐഡിയലി ഉള്ള അസംഷൻസ്, CMRR ആയിക്കോട്ടെ, സ്ലീവ് റേറ്റ് ആയിക്കോട്ടെ, ഐഡിയൽ വാല്യൂസ്, പ്രാക്ടിക്കൽ വാല്യൂസ്, പിന്നെ അതിന്റെ സിമ്പിൾ ഫോർമുല. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് ഓപ്പാമ്പിനകത്ത് ഇപ്പം CMRR വെച്ച് ഉള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനും ഒക്കെ തന്നിട്ടുള്ള, അപ്പൊ ആ ഒരു സിമ്പിൾ ഫോർമുലാസ് എല്ലാം ഓർത്ത് വെക്കണം ഓപ്പാമ്പിൽ. നമുക്കൊരു വളരെ ഒരു ഡിഫിക്കൽട്ട് ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല ഇതിന്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർ റിവിഷനിലൂടെ തന്നെ നമുക്കത് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോ റിവിഷൻ ഉള്ള ടൈമേ ഉള്ളൂ, ഒരു പ്രിപ്പറേഷൻ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത്രയും നാളെ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ ഒപ്പം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന MCQs അതെടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. ഓരോ ടോപ്പിക് വൈസും നിങ്ങളത് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഓരോന്നിനും ഇപ്പൊ ഡയോഡിൽ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്യുക. ഫോർമുലാസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ടേബിൾ എല്ലാം കമ്പയർ ചെയ്ത് വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. പിന്നെ ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ആ വാല്യൂസ് ഒന്ന് റീകളക്ട് ചെയ്യുക. എന്താ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ്. MCQs വീണ്ടും ചെയ്യുക. അപ്പൊ ഒരു തവണ ഒക്കെ നിങ്ങൾക്ക് തെറ്റി പോകുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ മുന്നിൽ ഒരു 6 days ഉണ്ട്. അപ്പൊ ഒരു 6th ഡേയിൽ ഒരു ലൈറ്റ്ലി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ തെറ്റി പോകുന്ന MCQ മാത്രം നമുക്കൊന്ന് അങ്ങനെ നോക്കിയിട്ട് പോകാം. ബിക്കോസ് റിപ്പീറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുന്ന അത്രയും MCQs നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനകത്തുനിന്ന് തന്നെയൊക്കെ ആയിരിക്കും ഒരു 90% ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അത്രയും കവർ ചെയ്യുന്നതെന്നുള്ളതാണ് ആ ഒരു ടാസ്ക്. ഓക്കെ, അപ്പൊ പ്രോപ്പർ റിവിഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പക്ഷെ കുറച്ച് ഏറെ ഉണ്ട് അല്ലെ. ഇപ്പം അതും 25 മാർക്സ് തന്നെയാണ്. ഓക്കെ, AM മുതൽ FM മുതൽ പിന്നെ നമ്മുടെ എന്താണ്
ആന്റിന, അതേപോലെ തന്നെ വേവ് ഗൈഡ്, TV, റഡാറിന്റെ ബേസിക്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM, ഓക്കെ, അതേകൂട്ട് തന്നെ FM, ഓക്കെ, അതുപോലെ തന്നെ ഈ സിംഗിൾ സൈഡ് ബാൻഡ്, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ്, പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ നോട്ട് വെക്കുക. പിന്നെ ഇതിന്റെ എല്ലാം ഫോർമുലാസ്, സിമ്പിൾ AM FM ഫോർമുലാസ് ഉണ്ടല്ലോ, ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേഷൻ, അതേകൂട്ട് തന്നെ എഫിഷ്യൻസി കാൽക്കുലേഷൻ, പിന്നെ അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, പവർ കാൽക്കുലേഷൻ, ഫോർമുലാസ് എല്ലാം ഓർത്ത് വെക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് ഒക്കെ തന്നിട്ട് പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ AMനകത്ത് തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ സൈഡ് ബാൻഡ് വെച്ചിട്ട് ഡബിൾ സൈഡ് ബാൻഡും സിംഗിൾ സൈഡ് ബാൻഡും, ഓക്കെ, അതിന് ഓരോന്നിനകത്തും പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഫോർമുല വെച്ചിട്ട് തന്നെ ഒരു കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് പ്രോബ്ലംസ് അവിടെ നിന്നായിരിക്കും ചോദിക്കാൻ ആയിട്ട്, ബിക്കോസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്ട്ലി ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും AMനകത്തെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പറയുമ്പോഴത്തേക്ക് FM വരുമ്പോഴത്തേക്കും പിന്നെ കാർസൺസ് റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. പക്ഷെ എവിടെയൊക്കെ പറഞ്ഞതുപോലെ കമ്പാരിസൺസ് ഉണ്ടോ അതെല്ലാം വാല്യൂസും നിങ്ങൾ പഠിക്കണം. പിന്നെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും സൂപ്പർ ഹെട്രോഡൈൻ, ഓക്കെ, ഞാൻ ഓരോ പോർഷനും അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ആ സിലബസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിന്റെ അകത്ത് ബ്ലോക്ക് ഡയഗ്രാം, ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ്, ഓക്കെ, പിന്നെ നമ്മുടെ ഇമേജ് ഫ്രീക്വൻസി കാണുന്നത്, ഓസിലേറ്റർ ഫ്രീക്വൻസി, ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി, സിഗ്നൽ ഫ്രീക്വൻസി ഒക്കെ തന്നിട്ട് ഫ്രീക്വൻസി മിക്സിങ്, ആ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഇമേജ് ഫ്രീക്വൻസി കാണുന്ന ആ ടൈപ്സും പഠിച്ചു വെക്കുക. പിന്നെ പറയുമ്പോഴത്തേക്ക് ആന്റിനയ്ക്കകത്ത് യാഗി, പാരബോളിക് അറേ, ഓക്കെ, അതിന്റെ എല്ലാ അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻ, ഓരോന്നിന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വേവ് ഗൈഡ്, ട്രാൻസ്മിഷൻ ലൈൻ. പിന്നെ TVക്കകത്ത് നോക്കുമ്പോൾ കുറെ TVക്കകത്ത് ഈ പറഞ്ഞാൽ ഇക്വലൈസിങ് പൾസസും, ഓക്കെ, അതിന്റെ അതൊക്കെ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്, ഓക്കെ, ദെൻ സ്കാനിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, റഡാറിന്റെ ബേസിക്, ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, വീണ്ടും ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് റിവൈസ് ചെയ്യാനായിട്ട് നമ്മളിത് MCQs, ഓക്കെ, MCQs സോൾവ് ചെയ്യുക. ഓക്കെ, അതായത് ഫുൾ സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനൊപ്പം തന്നെ MCQs കവർ ചെയ്ത് പോവുക. ഫുൾ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത MCQs തന്നെ മതി, പുതിയതിലേക്ക് പോകണ്ട, ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റീകളക്ട് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈവൻ ദോ സിലബസിനകത്ത് ഒരു ചെറിയ ഇതിലായിട്ടാണ് പറയുന്നതെങ്കിലും 25 മാർക്സോളം ഈ പറഞ്ഞ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്തും ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫിക്കൽട്ട് ലെവലിലേക്കല്ല. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കറക്റ്റ് മെമ്മറൈസ് ചെയ്ത് നമ്മൾ ഇരിക്കണം. ആ ഒരു മെമ്മറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്ത്. കെപ്ലർസ് ലോ, ഓക്കെ, കെപ്ലർസ് ലോയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കെപ്ലർസ് ലോ, അതേപോലെ തന്നെ നമ്മുടെ ജിയോ, ലിയോ, ഓക്കെ, അതുപോലെ തന്നെ മിയോ, ഓർബിറ്റ്, സാറ്റലൈറ്റ്സ്, ഇതിന് അപ്പോജി, പെരിജി. പിന്നെ ഈ ഡെഫിനിഷൻസ് ഞാൻ MCQ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടായിരുന്നു, ചില ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ബിക്കോസ് ഇപ്പൊ അപ്പോജി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അസെൻഡിങ് നോഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ തരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സെഷൻ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ ഗസ്സിന് പോകരുത്. ഓക്കെ, അതായത് അറിയാവുന്നത് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യണം, അറിയാവുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു ഗസ് ലെവലിലേക്ക് പോകരുത്, ഗസ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യരുത്. ഓക്കെ, അതാണോ ഇതാണോ എന്ന്. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറെ ക്വസ്റ്റ്യൻസിനകത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഓപ്ഷൻസ് വരും. ഓക്കെ, അത് തെറ്റിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കഴിയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ അതിൽ ഒരു ഗസ് ആയിട്ട് ചുമ്മാതെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങനെ പോകരുത്. നെഗറ്റീവ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയായതും കൂടി പോകും. ഓക്കെ, അതുകൊണ്ട് ആദ്യം അവന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഒരു 60-70 ക്വസ്റ്റ്യൻസോളം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നീട് ആ ഒരു ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് പോവുക. പക്ഷെ അത് അറിയാമെങ്കിൽ മാത്രമേ കറക്റ്റ് ആൻസർ ചെയ്യാവുള്ളൂ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അഗെയിൻ 25 മാർക്സ് ആണ്. നമുക്ക് ഹൈലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് GSM ആർക്കിടെക്ചർ,
ഓക്കെ, GSM-ന്റെ ആർക്കിടെക്ചർ ഒക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ദാറ്റ് ഈസ് IMSc, ഓക്കെ, BTS, BSc അതിന്റെയൊക്കെ ഒരു ഫംഗ്ഷൻ. ഫ്രീക്വൻസി റീയൂസ്, ഓക്കെ, ഫ്രീക്വൻസി റീയൂസ് കൺസെപ്റ്റ് പഠിക്കുക. അതുകൊണ്ട് ഹാൻഡ് ഓഫ്, റോമിങ്, ഓക്കെ, ഹാൻഡ് ഓഫിന്റെ കൺസെപ്റ്റുകൾ, റോമിങ്. പിന്നെ CDMA മൊബൈൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതാണ്. പിന്നെ CDMA, TDMA, അതേപോലെ തന്നെ FDMA, ഓക്കെ, ഇതിന്റെയൊക്കെ കമ്പാരിസൺ, ആപ്ലിക്കേഷൻ, ഓക്കെ, അത് പഠിക്കുക. പിന്നെ നിയർ ഫാർ ഇഫക്റ്റ് ഒക്കെ വരത്തില്ലേ, അതൊക്കെ നോക്കുക. പിന്നെ ഫേഡിങ് ഇമ്പോർട്ടന്റ് ആണ് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, ഫേഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ഫേഡിങ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കുറെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. കൊഹിറൻസ് ബാൻഡ്വിഡ്ത്ത്, കൊഹിറൻസ് ടൈം, പിന്നെ ഡോപ്ലർ സ്പ്രെഡ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ബാൻഡ്വിഡ്ത്തും അതേകൂട്ട് തന്നെ കൊഹിറൻസ് ബാൻഡ്വിഡ്ത്ത്, കൊഹിറൻസ് ടൈമും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം ഉണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേഡിങ്. അത് ഫാസ്റ്റ് ഫേഡിങ്, സ്ലോ ഫേഡിങ്, ഓക്കെ, അതിന്റെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴാണ് ഈ ഫേഡിങ് ഒക്കർ ചെയ്യുന്നത്? ഫേഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ഫേഡ് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും ഒരു ഏരിയ ഒക്കെ ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുക. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം 25 മാർക്സ് ആണ്. ഓക്കെ, ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് തന്നെയാണ്, ഫോളോഡ് ബൈ കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ ഡയറക്റ്റ് തിയറി ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് 60 മിനിറ്റ്സ് നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഫസ്റ്റ് 60 മിനിറ്റ്, ആദ്യത്തെ ഫസ്റ്റ് 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഷുവർ ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ഉള്ളത് ആദ്യമേ കയറി കുത്തരുത്. ഓക്കെ, ഉറപ്പുള്ളത് ആദ്യമേ നല്ല, അവസാനം അത് ചെയ്യരുത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 60 മിനിറ്റ് നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനകത്ത് അധികം ന്യൂമറിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമയം കിട്ടായി, എന്താണ് പോളി ലെക്ചർ, അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുത്തില്ല. ഓക്കെ, അപ്പൊ 60 മിനിറ്റ്സ് നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അടുത്തൊരു 20 മിനിറ്റ് നിങ്ങൾ മോഡറേറ്റ് ലെവലിലേക്ക് പോകണം. മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, അത് നിങ്ങൾക്ക് ഓരോന്ന് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും വായിച്ച് പോകുമ്പോഴത്തേക്കും അറിയാമല്ലോ. ഓക്കെ, ലാസ്റ്റ് 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് OMR ഒന്ന് ചെക്ക് ചെയ്യുക. മീൻസ് OMR ചെക്കിംഗ് മീൻസ് വൺസ് മാർക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷെ ആദ്യത്തെ ഒരു 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, always attempt only sure questions. Okay, അല്ലാതെ ലോജിക്കലി നിങ്ങൾ ലോജിക്കൽ എലിമിനേഷൻ ഒക്കെ അങ്ങനെ വരുന്നത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബ്ലൈൻഡ് ഗസ്സിലേക്ക് പോവുകയേ ചെയ്യരുത്. ഓക്കെ, എത്രയാണോ നിങ്ങൾക്ക് അറിയുന്നത് അത്രയും ചെയ്യുക. ബ്ലൈൻഡ് ഗസ് വഴി ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു ബ്ലൈൻഡ് ഗസ്സിലേക്ക് ദയവ് ചെയ്ത് 100 ക്വസ്റ്റിനോ അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോവുകയേ ചെയ്യരുത്. ഇപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ഒരുപാട് MCQs നമ്മൾ ചെയ്തതാണ്, ഒരുപാട് ടെസ്റ്റും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. ഓക്കെ, എല്ലാവർക്കും അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാം. പക്ഷെ ബ്ലൈൻഡ് ഗസ്സിലേക്ക് പോകരുത്, നെഗറ്റീവ് മാർക്കിങ് വരും. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എക്സാമിനേഷൻ എഴുതിയ എല്ലാവരും 95% കുട്ടികളും ഓൾറെഡി ഒരുപാട് PSC എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവും. സോ OMR ആ ഒരു രീതിയിലൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഹോൾ ടിക്കറ്റിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.